കുത്തുബിയത്ത് എഴുതിയ ആളാരാ? സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ് റളിയല്ലാഹു അൻഹു. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? ആരെങ്കിലുമൊക്കെ അറിവ്, ദീനിയായ അറിവുണ്ടാവില്ല, അടിസ്ഥാനപരമായ അറിവുണ്ടാവില്ല, ഭാഷാപരമായ അറിവുണ്ടാവില്ല, മുൻഗാമികളായ മഹാന്മാരെ കുറിച്ച് അറിയില്ല. ഇവരൊക്കെ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദീനിന്റെ അടിസ്ഥാനങ്ങളായ, ദീനിന് ജീവൻ നൽകിയ മഹാന്മാരെ ചോദ്യം ചെയ്യുന്ന കാലത്ത് മുസ്ലിം ഉമ്മത്ത് പഠിക്കാനാണ്. ആരാണ് സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു? നമ്മൾ ഓതുന്ന ഖുതുബിയത്തിന്റെ രചയിതാവ് ആരാണ്? ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ മുഫ്തിയായിരുന്നവർ, ഔറംഗസീബ് രാജാവ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ മുഫ്തിയായിരുന്നു ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു. കായൽ പട്ടണത്തുകാരൻ, തമിഴ്നാട്ടിലെ കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ പേരാണ് മാദിഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കുറിച്ച് അവരെഴുതിയ കവിതകൾ കേട്ട് അറബികൾ പോലും അമ്പരന്ന അത്ര വലിയ അറിവിന്റെ ഉടമ. ഇന്ത്യയുടെ മുഫ്തിയായിരുന്നു പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ്. വലിയ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായ സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു. ഭാഷയിൽ അപാരമായ കഴിവുണ്ടായിരുന്നവർ. അവരുടെ മദ്ഹ് തന്നെ പറയാൻ ഒരുപാട് സമയം വേണം. അവരുടെ മജ്ലിസ്, അവർ നടത്തിയിരുന്ന ദർസുകൾ, അവരുടെ മകനാണ് കേരളത്തിലെ എല്ലാ ആലിമീങ്ങളും ഓതിപ്പടിക്കുന്ന പ്രാഥമികമായ ഗ്രന്ഥങ്ങളുടെ ഒക്കെയും രചന നിർവഹിച്ചിട്ടുള്ളയാൾ മാപ്പിള ലബ്ബൽ ഖാഹിരി എന്നവർ അവരുടെ പ്രിയപ്പെട്ട മകനാണ്. അപ്പൊ ഇതൊക്കെ ആരെങ്കിലും സമയം പോകാൻ വേണ്ടി എഴുതിയതെന്നല്ല, മുസ്ലിം ഉമ്മത്തിനു വേണ്ടി അവർ എഴുതിയതാണ്. അവർക്ക് മുസ്ലിം ഉമ്മത്തിന് ഉപകാരപ്പെടണം, നാളെ പരലോകത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ച് എഴുതി വെച്ചതാണ് ഈ ഖുതുബിയത്തും ഈ റാത്തിബുകളും ഈ കാണുന്ന മദ്ഹുകളും മനാഖിബുകളും എല്ലാം. മുസ്ലിം സമൂഹം ഇതിന്റെ ചരിത്രവും പാരമ്പര്യമൊക്കെ മനസ്സിലാക്കണം, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ, അകാരണമായി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വന്നു ചേരാതിരിക്കാൻ, അതുപോലെ ഈമാനോടെ ജീവിച്ചു മരിക്കാനൊക്കെയും കാരണമായി നാളെ പരലോകത്ത് ഉപകാരപ്രദമാകാനൊക്കെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിന്റെ ഒക്കെ രചന നടത്തിയിട്ടുള്ളത്.